الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله تعالى من شرور أنفسنا وسيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وصفيه من خلقه وخليله بلغ الرسالة أدى الأمانة نصح الأمة وكشف الله به الغمة جزاه الله خير ما جزانا بها عن أمته ورزقنا وإياكم اتباع بسنته وصلى الله عليه وعلى آله وسلم تسليما كثيرا مزيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الأمور عوازمها وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയാണ് പ്രധാനം. അതാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ നിദാനം. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ദുന്യവിയും ഉഖ്റവിയുമായ രക്ഷയുടെ ഏക വഴി എന്ന പ്രവാചകന്മാരുടെ പ്രബോധനത്തിൻ്റെ കാമ്പും കാതലും എപ്പോഴും നമ്മൾ ഓർക്കണം. നമ്മുടെ ജീവിതം അതനുസരിച്ച് ചിട്ടപ്പെടുത്തണം. പടച്ചവന് പ്രീതിയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ബോധപൂർവം നിലനിർത്തിയും അവന്റെ അപ്രീതിക്കും കോപശാപങ്ങൾക്കും വിധേയമാകുന്ന വിഷയങ്ങളിൽ നിന്ന് മനഃപൂർവ്വം അകന്നു നിന്നും തഖ്വയുടെ വഴി മുറുകെ പിടിക്കണം എന്ന് എല്ലാവരോടും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തഖ്വ ചെയ്യേണ്ടുന്ന ക്രമപ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊരു സജീവ ചർച്ചാ വിഷയമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പത്നി ഹാജറയെയും ഓർക്കാതെ ഹജ്ജ് എന്ന കർമ്മത്തെക്കുറിച്ച് അത് അനുഷ്ഠിക്കുവാനോ ചർച്ച ചെയ്യുവാനോ നമുക്ക് സാധ്യമല്ല എന്നതാണ് അതിന്റെ ഘടനാപരമായ സ്വഭാവം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചുള്ള ഒരുപാട് തലങ്ങളിലുള്ള ചർച്ചകളുണ്ട്. അതിലെ ഒരു ചെറിയ ഭാഗമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ സംബന്ധിച്ച് നമ്മൾ പൊതുവെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു, തൗഹീദ് പ്രബോധനം ചെയ്യുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന്. അങ്ങനെ ഒരു ധാരണ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ലാത്ത വിധം പൊതുവെ നമ്മുടെ മുസ്ലിം സമൂഹത്തിനുണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷെ തൗഹീദ് പ്രബോധനം ചെയ്യാൻ വേണ്ടി തന്നെയാണ് എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു നിയോഗിച്ചത്. അതുകൊണ്ട് മറ്റു പ്രവാചകന്മാരും തൗഹീദാണ് പ്രബോധനം ചെയ്തത്. തൗഹീദ് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ എന്തെങ്കിലും ഒരു ക്രമക്കേട്, എന്തെങ്കിലും ഒരു താളപ്പിഴ അല്ലാഹുവിന്റെ ഒരു പ്രവാചകനും ഒരിക്കലും സംഭവിക്കുകയില്ല. പക്ഷെ വിഷയമെന്തെന്നാൽ നമ്മൾ തൗഹീദിനെ മനസ്സിലാക്കിയതിന്റെ ഒരു രൂപവ്യത്യാസമുണ്ട്.
എത്ര വിശദമായിട്ടും വിശാലമായിട്ടുമാണോ അള്ളാഹു ഈ കാര്യത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അതിന്റെ വിശാലതയോടെ പലപ്പോഴും മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സുപരിചിതമായ തൗഹീദ് നമ്മളുടെ ഒറ്റ നോട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നമ്മൾ കാണുന്നു. ആ നോട്ടത്തിന് പോലും ചില പരിമിതികളുണ്ട്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. അതേസമയം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിന്റെ പ്രബോധനം തന്നെയാണ് മുഴുവൻ പ്രവാചകന്മാരും നിർവഹിച്ചത്. അല്ലാതെ വന്നാൽ കച്ചവടത്തിലെ ക്രമക്കേടുകൾക്കെതിരെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന ശുഐബ് നബി അലൈഹിസ്സലാം അമ്പരചുംബികളായ സൗധങ്ങൾ പണിത് അഹങ്കരിക്കുകയും അല്പത്വം കാണിക്കുകയും ചെയ്ത ജനസമൂഹത്തെ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമാറ് നിരന്തരം അവർക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹൂദ്, സാലിഹ് എന്നീ പ്രവാചകന്മാർ നൂറ്റാണ്ടുകളായി അടിമത്തത്തിന്റെ കീഴിൽ കഴിഞ്ഞ് അങ്ങനെ മാനസികമായി തന്നെ അടിമത്തം ഒരു അലങ്കാരമായി തീർന്ന ബനൂ ഇസ്രായേൽ ജനസമൂഹത്തിന്റെ വിമോചനത്തിനു വേണ്ടി രാപ്പകൽ ഭേദമന്യേ പ്രവർത്തിച്ച മൂസാ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ സഹായിയായ ഹാറൂൻ നബി അലൈഹിസ്സലാമും സമൂഹത്തിന്റെ ധാർമ്മികമായ രംഗത്തുള്ള വളരെ നീചമായ വൈകല്യങ്ങൾക്കെതിരെ, വ്യതിചലനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ലൂത്ത് നബി അലൈഹിസ്സലാം. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ നമുക്ക് സാമാന്യം വിസ്തരിച്ച് തന്നെ വിവരിച്ചു തന്ന പ്രവാചകന്മാരെ വെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇവരൊന്നും തൗഹീദ് പറയാത്തവരാണോ? ഇവരെല്ലാവരും തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്താണ് അവിടെ അതിലെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം? വിലയിരുത്തുന്നവരും മനസ്സിലാക്കുന്നവരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഒരു ജനതയിലേക്ക് ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിൽ ആ ജനതയെ മാറ്റിപ്പണിയാനാണ് നിയോഗിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രവാചകൻ ആ ജനതയെ വിലയിരുത്തുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലാണ് വലിയ വ്യതിചലനം സംഭവിച്ചിട്ടുള്ളത് അവിടെയാണ് ആദ്യം കൈവെക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വിലയിരുത്തിയപ്പോ ആരാധനാ രംഗത്ത് വ്യാപകമായ ക്രമക്കേടുകൾ കണ്ട ഒരു സമൂഹത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വെറും വിഗ്രഹാരാധനയിൽ അധിഷ്ഠിതമായ ആ സംസ്കാരത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുക എന്ന ഒരു അജണ്ടയിൽ പരിമിതമല്ല എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മറ്റു ഓരോ പ്രവാചകനും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിൽ, അഥവാ അള്ളാഹു എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഇലാഹ് എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് കാണാം. ഈ ഭൂമിയിൽ, ഈ ആകാശഭൂമികളിൽ, ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും എങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിൽ അള്ളാഹുവിന് പുറമെ വേറൊരു ഇലാഹുണ്ടായിരുന്നുവെങ്കിൽ ആകാശഭൂമികൾ തകർന്ന് തരിപ്പണമായേനെ. അള്ളാഹു റബ്ബിന്റെ അർഷിന്റെ റബ്ബ്, അർഷിന്റെ ഉടയവൻ, ഇവർ ഈ സങ്കല്പിക്കുന്നതിൽ നിന്നും ജൽപ്പിക്കുന്നതിൽ നിന്നുമൊക്കെ എത്രയോ പരിശുദ്ധനാണ് എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു പറയുന്നു ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അവൻ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടില്ല, മറ്റുള്ളവരൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രവാചകന്മാർ വന്നിട്ട് പറയുമ്പോ ചോദ്യം ചെയ്യപ്പെടാതെ അനുസരിക്കപ്പെടേണ്ടവനായിട്ട് അള്ളാഹുവല്ലാതെ വേറാരുമില്ല. ഇതാണ് ആ പ്രബോധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതാണ് ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത എന്ന് പറഞ്ഞതിന് ശേഷം ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അപ്പൊ ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആരാണ് ഓരോ നാട്ടിലും ചോദ്യം ചെയ്യപ്പെടാത്ത കൈകാര്യകർത്താക്കൾ? ആരാണ് സ്വന്തം നിലക്ക് ഇലാഹായി ചമഞ്ഞിട്ടുള്ളത്? ആരാണ് പ്രജകളുടെ മേൽ മുഴുവൻ അധികാരവും കയ്യിലെടുത്ത് സ്വതന്ത്രമായിട്ട് ഇവരോട് കൽപ്പിക്കുവാനും ഇവരുടെ ജീവിതത്തിന്റെ ശരിതെറ്റുകൾ തീരുമാനിക്കാനും ഞങ്ങൾക്കാണ് അധികാരം എന്ന് നടിച്ച് ധരിച്ച് നടക്കുന്നത്? ഇങ്ങനെ ഓരോ സമൂഹത്തെ നോക്കിയാലും ഓരോ തകരാറാണ്, ഓരോ രംഗത്താണ് വഴികേടുകൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർ സമൂഹത്തെ വിശകലനം ചെയ്യുമ്പോൾ മുഖ്യമായ വഴികേട് എവിടെയാണോ അവിടെയാണ് അവർ ആദ്യം കൈവെക്കുന്നത്. അങ്ങനെയാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ പ്രവർത്തന രംഗം നേരത്തെ പറഞ്ഞതുപോലെ ലൈംഗിക വൈകൃതങ്ങൾക്ക് വിധേയമായ ഒരു ജനസമൂഹത്തിന്റെ അതിൽ നിന്നുള്ള വിമോചനമായി മാറിയത്. അങ്ങനെയാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദൗത്യം ഫറോവയുടെ അടിമത്തത്തിൽ കഴിയുന്നവരുടെ രക്ഷപ്പെടുത്തലും വിമോചനവും സംസ്കരണവുമായിട്ട് മാറുന്നത്.
അങ്ങനെയാണ് അളവിലും തൂക്കത്തിലും കൃത്രിമത്വം വരുത്തുകയും ഞങ്ങളുടെ ധനം ഞങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്കെന്താ അതിൽ കാര്യം, ഞങ്ങളുടെ ധനം ഞങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്കെന്താ അതിൽ കാര്യം. നമ്മുടെ മുതലാളിമാർ പലരും ചോദിക്കാറുള്ളതാണ്. ഇത് പൊതുവെ ഒരു ചിന്താഗതിയാണ്. ധനത്തിന്റെ വിഷയത്തിൽ ധനത്തോട് അനിയന്ത്രിതമായ ഒരു ആർത്തി മനുഷ്യനുണ്ടാകുമ്പോൾ എത്തിപ്പെടുന്ന ഒരവസ്ഥയാണ്. എന്നിട്ട് ഇലാഹിന്റെ സ്ഥാനത്ത് ഈ ധനം വരികയാണ്. അവിടെയാണ് ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ പ്രവർത്തന രംഗം ഈ സാമ്പത്തിക വിഷയങ്ങളിലേക്ക് മുഖ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ആലോചിക്കണം. അങ്ങനെ ആലോചിക്കുമ്പോൾ എല്ലാ പ്രവാചകന്മാരും തൗഹീദ് പ്രബോധനം ചെയ്തവരാണ്. അത് വേറൊരു ചർച്ചയാണ്. അതിലേക്ക് അങ്ങനെ വിസ്തരിച്ചു പോകാനല്ല ഞാനിപ്പോ ഇത് പറഞ്ഞിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്നു അവിടുന്ന് തൗഹീദിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രചാരകനായിട്ട് നിലകൊണ്ടു. സ്വന്തം പിതാവിനോട് പോലും വിഗ്രഹാരാധനയിൽ അധിഷ്ഠിതമായ ഒരു ജനതയെ അതിൽ നിന്ന് വിമോചിപ്പിച്ചെടുക്കുന്നതിനു വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ശ്രമിച്ചു. പക്ഷെ ഇത് മാത്രമാണോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രവർത്തന രംഗം? അങ്ങനെ ആരാധനാ രംഗത്ത് പ്രാർത്ഥനകളും ആരാധനകളും അള്ളാഹുവിന് മാത്രം എന്ന ഒരു അജണ്ട, ഒരു മിനിമം അജണ്ടയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം ചുരുക്കി നിലനിർത്തിയിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്നിട്ട് എത്രമാത്രം വിശാലത ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദർശ പ്രബോധനത്തിനുണ്ടോ അത്രത്തോളം വിശാലത നമ്മുടെ കർമ്മരംഗത്തും നമ്മുടെ ചിന്താമണ്ഡലത്തിനും വേണം. എന്നാലേ നമ്മൾ ഇബ്രാഹിമി മില്ലത്തിന്റെ ആളുകളാവൂ. ഇബ്രാഹിമി മില്ലത്ത് എന്ന് പറയുന്നത് കേവലം ഒരു പാരമ്പര്യമല്ല. നമ്മൾ ഏത് വഴിയെ പോയാലും ശരി, നമ്മുടെ നിലപാട് എന്തായിരുന്നാലും ശരി, നമ്മൾ ഇനി ഒരിക്കലും ഒഴിവാക്കപ്പെടാത്ത വിധം ഇബ്രാഹിമി മില്ലത്തിന്റെ ആളുകളാണ്. അങ്ങനെ സംഭവിക്കൂല. ഇന്ന ഔലന്നാസി ഇബ്രാഹിം ലല്ലദീന തബഉ, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന ഔലന്നാസി ഇബ്രാഹിം ലല്ലദീന തബഉ വഹാദൻ നബിയ്യു വല്ലദീന ആമനു വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. ഇന്ന ഔലന്നാസി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ ലല്ലദീന തബഉഹു, അദ്ദേഹത്തെ പിൻപറ്റുന്നവരാണ്. വല്ലദീന വഹാദൻ നബി, ഈ പ്രവാചകനും. ഇതിന്റെ പശ്ചാത്തലം എന്താന്ന് ചോദിച്ചാൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അബ്രഹാം പ്രവാചകൻ തൗറാത്തിന്റെ ആളുകൾക്കും ഇഞ്ചീലിന്റെ ആളുകൾക്കും ഒക്കെ സുപരിചിതനാണ്. അപ്പൊ ഓരോരുത്തരും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഞങ്ങളാളാണ് എന്ന മട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അള്ളാഹു അതിന് മറുപടി പറഞ്ഞു, മാകാന ഇബ്രാഹിമു യഹൂദിയ്യൻ വലാ നസ്റാനിയ്യ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജൂതനോ നസ്റാനിയോ അല്ല, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, ഋജുമാനസനായ വക്രതയില്ലാതെ അള്ളാഹുവിനുള്ള അടിമത്വത്തിന്റെ വഴിയിലേക്ക് ഒരൽപ്പം അധികം ചായ്വുള്ള പ്രകൃതമുള്ള വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നൊക്കെ പറഞ്ഞ ശേഷം പറയാൻ ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിം ലല്ലദീന തബഉ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഏറ്റവും അടുപ്പം ആ സാമീപ്യമുള്ള അതിന്റെ പൈതൃകം അവകാശപ്പെടാവുന്നവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിന്തുടരുന്നവരാണ്. വല്ലദീന വഹാദൻ നബി, ഈ പ്രവാചകനും, വല്ലദീന ആമനു, ആ പ്രവാചകനിൽ വിശ്വസിച്ച് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരും, വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകളുടെ വലിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇബ്രാഹിം ഈ മില്ലത്തിനെ ശരിക്കും പഠിക്കണം. ഖുർആൻ എങ്ങനെ എന്തൊക്കെ പറഞ്ഞു തന്നോ അതൊക്കെയും നമ്മുടെ ചർച്ചയിൽ വരണം. പാരമ്പര്യമായി മനസ്സിലാക്കി വെച്ച ഒരു മനോഘടന വെച്ചുകൊണ്ട് നമ്മുടേതുപോലെ പരിമിതമായ ഒരു ദൗത്യത്തിൽ കിടന്ന് കറങ്ങുകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് നമ്മൾ ധരിച്ചു പോകരുത്. അവിടെയാണ് സൂറത്തുൽ ബഖറയിൽ നമുക്ക് സുപരിചിതമായ ഒരു സൂക്തം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതൊരു സംഭവമാണ്. അതായത് നമ്രൂദും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തമ്മിൽ സംവാദത്തിൽ ഏർപ്പെടുന്നു. എന്താ സംവാദത്തിന്റെ മർമ്മം? അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹിം ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക്ക്. അല്ലാഹു പറയാണ്, ഇബ്രാഹിമിനോട് തന്റെ റബ്ബിന്റെ കാര്യത്തിൽ തർക്കിച്ചവനെ നീ കാണുന്നില്ലേ? തർക്കത്തിന്റെ ന്യായം എന്താണ്? അടിസ്ഥാനം എന്താ? ഇനി അതിൽ നമ്മൾ തർക്കിക്കണ്ട. അല്ലാഹു തന്നെ പറയുന്നുണ്ട്, അൻ ആതാഹു അല്ലാഹുൽ മുൽക്ക്, അള്ളാഹു അയാൾക്ക് ലേശം അധികാരം നൽകിയിരുന്നു. ഏതോ ഒരു രാജ്യത്ത് ലേശം അധികാരം അള്ളാഹു അയാൾക്ക് നൽകിയിരുന്നു. ആ അധികാരത്തിന്റെ പിൻബലത്തിൽ ഇബ്രാഹിമിനോട് തന്റെ റബ്ബിന്റെ കാര്യത്തിൽ തർക്കിച്ചവനെ നീ കണ്ടില്ലയോ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു പറയുന്നത്. ഈ സംഭവം ഒരുപാട് പ്രാവശ്യം കേട്ടതാണ്. ഞാൻ അതിന്റെ ആ ആയത്ത് ഓതി വിസ്തരിക്കാതെ ചുരുക്കി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു മർമ്മം പറയാം. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്റെ റബ്ബും ഇലാഹും അള്ളാഹുവാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതാണല്ലോ പ്രബോധനം ചെയ്യേണ്ടത്. ഇതിങ്ങനെ ആവർത്തിച്ച് കേട്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് നമ്രൂദ് ചോദിച്ചു, ആരാണ് നിന്റെ റബ്ബ്? എന്താണ് നിന്റെ റബ്ബിന്റെ പണി? നീ റബ്ബിനെ പറ്റി കുറെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്, എന്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. അതാണോ വിഷയം? ആരെവിടെ?
ഫറോവ അല്ല നമ്രൂദ് വിളിച്ചു, ഉത്തരവിട്ടു. അപ്പൊ ഒരു ദൂതൻ വന്നു, രണ്ടുപേരെ കൊണ്ടുവരാൻ പറഞ്ഞു. രണ്ടുപേരെ കൊണ്ടുവന്നു. ഒരാളെ കൊന്നു, മറ്റൊന്ന് വെറുതെ വിട്ടു. ഞാനും ചെയ്തില്ലേ? നമ്രൂദ് ചെയ്തതാണ്. എന്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണല്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുമ്പോ ഒരാളെ കൊന്നു, ആളുകളെ കൊണ്ടുവന്നിട്ട് ഒരാളെ കൊന്നു, ഒരുത്തനെ വെറുതെ വിട്ടു. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ നമ്രൂദ് അള്ള ചെയ്യുന്ന അതേ പണി ഞാനും ചെയ്യും, ഇതേ കണ്ടില്ലേ, അങ്ങനെ കാണിച്ചതാണോ ഇത്? അള്ള ചെയ്യുന്ന ഒരു പണിയുണ്ടല്ലോ, സൃഷ്ടിസ്ഥിതി സംഹാരം, ജനിപ്പിക്കുക, മരിപ്പിക്കുക, രക്ഷിക്കുക, ശിക്ഷിക്കുക, ഇങ്ങനെ അള്ള ചെയ്യുന്ന പണി. ഞാനാണ് അള്ള, വേറൊരു അള്ളയില്ല, എന്നെയാണ് ആരാധിക്കേണ്ടത്. ഇതേ കണ്ടില്ലേ, ഞാൻ ജീവിപ്പിച്ചു, മരിപ്പിച്ചു. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ നമ്രൂദ് കാണിച്ചത് എന്ന് നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? എന്നാൽ അതൊന്നുമല്ല നമ്രൂദ് കാണിച്ചത്. അതെന്താണെന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇയാളുടെ ഈ ചെയ്തി കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ബോധ്യപ്പെട്ടു, ഞാൻ പറഞ്ഞത് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല, മൂപ്പർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മൂപ്പരുടെ ഒരു അവസ്ഥയിൽ നിന്നിട്ടാ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞ അത്രത്തോളം ഉയർന്നു ചിന്തിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഓരോ മനുഷ്യനും അവരവരുടെ ഒരു വ്യവഹാര രംഗത്ത് വെച്ചിട്ടാണ് കാര്യങ്ങളെ മനസ്സിലാക്കുക. ഏതാളും അങ്ങനെയാണ്. നമ്രൂദിന്റേതായ ഒരു ലോകത്ത് നിന്നിട്ട് ഇതേ കണ്ടില്ലേ, ഒരുത്തനെ ഞാൻ വെറുതെ വിട്ടു, ഒരുത്തനെ ഞാൻ കൊന്നു, ജീവിപ്പിച്ചു, മരിപ്പിച്ചു, എന്താ പ്രശ്നം? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്റെ റബ്ബ് സൂര്യനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നിനക്ക് പറ്റുമെങ്കിൽ, നിനക്ക് കഴിയുമെങ്കിൽ പടിഞ്ഞാറിന് കിഴക്കോട്ട് കൊണ്ടുപോ. ഇത് നമ്മളുടെ ഇന്നത്തെ പാരമ്പര്യ രീതി അനുസരിച്ച് ഒരു മതപണ്ഡിതനോടാണ് തർക്കിക്കുന്നതെങ്കിൽ അയാൾ ഇങ്ങോട്ട് തർക്കിക്കുമല്ലോ നമ്മളോട്. എന്ത്, സൂര്യന്റെ ഇപ്പോഴത്തെ റൂട്ട് ഞാൻ നിശ്ചയിച്ചതാ, നിനക്ക് കഴിയുമെങ്കിൽ തിരിച്ചു പോകട്ടെ എന്ന് തർക്കിക്കാമല്ലോ. നമ്രൂദ് മാന്യനായ നമ്രൂദ് തർക്കിച്ചില്ല. ഫബുഹിതല്ലദീ കഫർ, നമ്രൂദ് ഉത്തരം മുട്ടി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. കാരണം എന്താ? ഉത്തരം മുട്ടാൻ എന്താ കാരണം? അയാൾക്ക് അങ്ങനെ ഒരു വാദമില്ല. എങ്ങനെ ഒരു വാദം? ഈ പ്രാപഞ്ചിക വ്യവസ്ഥയെ നോക്കി നടത്തുന്നത് ഞാനാണ് എന്ന വാദം നമ്രൂദിനില്ല. അപ്പൊ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പ്രാപഞ്ചിക പ്രക്രിയ പറഞ്ഞപ്പോ അതിനെ വേറൊരർത്ഥത്തിൽ ഇയാൾ ധരിച്ചു. അതിനെ തിരുത്താനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്പം കൂടി മുന്നോട്ട് കടന്നിട്ട് പറഞ്ഞത്, ദേ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, എന്റെ റബ്ബ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സൂര്യനെ കഴിയോ തിരിച്ചുകൊണ്ടുപോകാൻ? എനിക്കങ്ങനെ വാദമില്ല, പിന്നെ ഞാനെന്ത് ചെയ്യാനാ എന്നതാണ് നമ്രൂദിന്റെ നിലപാട്. ഫബുഹിതല്ലദീ കഫർ വല്ലാഹു ലാ യഹ്ദിൽ ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അപ്പോ എന്താ പിന്നെ ഇവിടെ പ്രശ്നം? നമ്രൂദ് എന്താ മനസ്സിലാക്കുന്നത്? മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ നിങ്ങൾക്ക് വേറൊരു ഇലാഹുള്ളതായിട്ട് എനിക്കറിയില്ല എന്ന് നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറയുന്നുണ്ട്. അത് ഖുർആൻ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിനോട് ഫറോവ പറഞ്ഞിട്ടുണ്ട്, അന റബ്ബുകുമുൽ ആല, ഞാനാണ് നിങ്ങളുടെ സർവോന്നതനായ റബ്ബ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാനാണ് റബ്ബ്, ഞാനാണ് ഇലാഹ്, അതുകൊണ്ട് പൂജകൾ, നേർച്ചകൾ, നൈവേദ്യങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാം എനിക്ക് കിട്ടണം എന്നിവർ ധരിച്ചതല്ല. അങ്ങനെ അവർ വാദിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഈ ഫറോവക്കും ഈ നമ്രൂദിനുമൊക്കെ വേറെ ദൈവങ്ങളുണ്ടായിരുന്നു. അവരും സുജൂദ് ചെയ്തിരുന്നു, അവരും കാണിക്ക വെച്ചിരുന്നു, അവരും നേർച്ചകൾ നേർന്നിരുന്നു, അവരും വിഷമങ്ങൾ ഇറക്കി വെക്കുവാൻ നത്താണികളെ തേടിയിരുന്നു. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത് സ്വതന്ത്രമായി കൽപ്പിക്കാൻ അധികാരമുള്ളവനായിട്ട് അല്ലാഹുവല്ലാതെ വേറാരുമില്ല. അതാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത്. ആ അധികാരമുള്ള അള്ള ആരാ എന്നാണ് നമ്രൂദിന്റെ ചോദ്യം. അതിനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞ്. അപ്പൊ ഫറോവ നമ്രൂദ് കാണിക്കുന്നത് എന്താ? ഈ രാജ്യം ഇപ്പൊ എന്റെ രാജ്യമാണ്, ഇവിടെ മുമ്പ് എന്റെ അച്ഛനായിരുന്നു, അന്ന് അയാളുടെ നാവാണ് നിയമം, ഇന്ന് എന്റെ നാവാണ് നിയമം. ഞാൻ ആര് ജീവിക്കണമെന്ന് തീരുമാനിച്ചാൽ അയാളാണ് ഇവിടെ ജീവിക്കുന്നത്, ഞാൻ ആര് മരിക്കണമെന്ന് തീരുമാനിച്ചാൽ അയാൾ ഇവിടെ മരിക്കും. ഇതേ കണ്ടില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരെങ്കിലും സമരവുമായിട്ട് വന്നോ? വല്ല ധർണയും പിക്കറ്റിങ്ങും ഉണ്ടോ? വല്ല ചോദ്യം ചെയ്യലുണ്ടോ? വല്ല എതിർശബ്ദങ്ങളുണ്ടോ? അപ്പൊ ചോദ്യം ചെയ്യപ്പെടാതെ അനുസരിക്കുന്നവനാണ് ഈ ഭൂമിയിൽ ഞാൻ. ഈ ചോദ്യം ചെയ്യപ്പെടാതെ അനുസരിക്കുന്നവൻ എന്ന ആശയം ഇലാഹിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. ഇത് അള്ളാഹുവിന് മാത്രമേ വകവെച്ചു കൊടുക്കാൻ പാടുള്ളൂ. ആരാധന നിങ്ങൾ അള്ളാഹുവിന് മാത്രമാക്കാൻ വളരെ എളുപ്പമാണ്. അതേസമയം ചോദ്യം ചെയ്യപ്പെടാതെ അനുസരിക്കുന്നവനായിട്ട് അള്ളാഹുവിനെ മാത്രം അംഗീകരിച്ച് ജീവിതത്തിൽ നിലകൊള്ളാൻ കുറച്ച് വിഷമമാണ്. അനുസരണത്തിന്റെ വിഷയത്തിലാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ കാലിടറുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ഒന്നാമത്തെ മനുഷ്യൻ കാലിടറിയത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒന്നാമത്തെ മനുഷ്യൻ കാലിടറിയത് ഈ നിഷ്കളങ്കമായ നിഷ്കപടമായ അനുസരണത്തിന്റെ വിഷയത്തിലാണ്. അതാണ് ആ മരത്തിന്റെ പഴം തിന്നരുത് എന്ന് പറഞ്ഞപ്പോ അവിടെയാണ് കാലിടറിയത്. അവസാനത്തെ മനുഷ്യൻ വരെ കാലിടറുന്ന ഏറ്റവും സജീവമായ ഒരു രംഗം, നമ്മുടെ ആത്മാർത്ഥതയും ഇഖ്ലാസും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗം, ഈ പറയപ്പെട്ട സ്വതന്ത്രമായി കൽപ്പിക്കുവാൻ നമ്മൾ ഏത് അധികാര കേന്ദ്രത്തെ അംഗീകരിക്കുന്നുവെന്നുള്ളതാണ്. അത് ചിലരുടെ ഇച്ഛയെ തന്നെ ആ സ്ഥാനം നൽകും.
നമ്മുടെ ജീവിതചര്യ രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ ഇച്ഛക്ക് അത്രമാത്രം സ്ഥാനം നൽകിയെങ്കിൽ അല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങളുടെ ഇലാഹിനെ ഇച്ഛയെ തന്നെ ഇലാഹാക്കിയവനെ നീ കണ്ടില്ലയോ? അവന്റെ എല്ലാം പരമമായിട്ട് അവന്റെ ഇച്ഛയാണ്. ചിലർക്ക് അവരുടെ പരമമായ അവരുടെ പാരമ്പര്യമാണ്, വേറെ ചിലർക്ക് അവരുടെ നേതാവാണ്, അവരുടെ പാർട്ടിയാണ്, അവരുടെ ഭരണകൂടമാണ്, അവരുടെ നാട്ടുമൂപ്പന്മാരാണ്. അങ്ങനെ അവരുടെ ഒരുപാടുണ്ട്. ഇവിടെ ഇതെല്ലാം മാറ്റി ഏകനായ അള്ളാഹുവിന് ഈ സ്ഥാനം നൽകണം. ഇതാണ് പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ ഏറ്റവും മർമ്മം. ഈ മർമ്മമാണ് നമ്രൂദുമായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഏറ്റുമുട്ടിച്ചത്. അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക്ക്. ആധിപത്യം അയാൾക്ക് അള്ളാഹു കുറച്ചു കൊടുത്തിരുന്നു അതിന്റെ പിൻബലത്തിൽ. അപ്പൊ എന്റെ രാജ്യത്ത് എന്റെ നാവ്, എന്റെ നിയമം, അതാണ് ഇവിടെ നടക്കുന്നത്. ഇതേ കണ്ടോ, കൊന്നല്ലോ ഒരുത്തനെ വെറുതെ വിട്ടില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്തുകൂടാ. നിങ്ങൾ കൈകാര്യം ചെയ്തോ, പക്ഷേ റബ്ബിന്റെ ഹിതാഹിതങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാൻ. അതാണ് മൂസാ നബി അലൈഹിസ്സലാമും ഫറോവയും തമ്മിലുള്ള തർക്കം. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവേ ഇലാഹുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ ഇലാഹായി അംഗീകരിക്കാവൂ എന്ന് അവിടെ അങ്ങനെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നപ്പോ അലൈസല്ലി മുൽക്ക് മിസ്ർ, ഈജിപ്തിന്റെ ആധിപത്യം എനിക്കല്ലേ എന്ന് ഫറോവ ചോദിച്ചത് ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അതെന്തിനാ പറയണത്? ഈജിപ്തിന്റെ ആധിപത്യം എനിക്കല്ലേ? ആരവിടെ ആധിപത്യത്തെ കുറിച്ച് പറഞ്ഞത്? മൂസാ നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ അതിനോട് ഫറോവ പ്രതികരിക്കുന്നത് ഈജിപ്തിന്റെ ആധിപത്യം എനിക്കല്ലേ? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹതി, ഈ നദികളൊക്കെയും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്റെ നിയന്ത്രണത്തിന്റെ കീഴിലല്ലേ എന്നാണ് ഫറോവയുടെ പ്രതികരണം. ഇവിടെ ഇതാണ് നമ്രൂദിന്റെ സമീപനം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, സ്വതന്ത്രമായി കൽപ്പിക്കുവാൻ അധികാരമുള്ള, സ്വന്തം നിലക്കുള്ള സാക്ഷാൽ ശരിക്കുള്ള അനുസരണത്തിന് അർഹനായിട്ട് അള്ളാഹുവിനെ മാത്രമേ അംഗീകരിക്കാവൂ എന്നത് പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉള്ളടക്കമാണ്. പ്രാർത്ഥന പോലും അള്ളാഹുവിനോടാകുന്നത് അധികാരം അവരുടെ കയ്യിലായതുകൊണ്ടാണ്. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ബസ് ഇങ്ങനെ പോവാണ് ഇറക്കത്തിൽ, ലേശം സ്പീഡ് അല്ലെങ്കിൽ തന്നെ ഉണ്ട്, ഇടക്കാണ് ബ്രേക്ക് പോയത്, ഡ്രൈവർ പറഞ്ഞു രക്ഷയില്ല. പലരും പലരെയും വിളിച്ചു, പലർക്കും പലതും നേർച്ച നേർന്നു. ഒരു രക്ഷയിനി സാധാരണഗതിയിൽ രക്ഷപ്പെടാൻ ഒരു ഒപ്പില്ല. അപ്പോ ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്താ അതിന് കാരണം? എന്താണ് അയാളുടെ നിലപാട്? ഉള്ളവനോട് ചോദിച്ചിട്ടേ അധികാരമുള്ളൂ. അള്ളാന്റെ ഒരു പ്രത്യേകത നമ്മളൊരു പക്ഷേ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എങ്ങനെ? അള്ളാഹുവിന്റെ ഒരു സവിശേഷത അള്ളാഹുവിന് ജീവനുള്ളതിനോടും ഇല്ലാത്തതിനോടും കൽപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ നമുക്കൊക്കെ ജീവനുള്ള വസ്തുക്കളോടല്ലേ ഉപദേശിക്കലും കൽപ്പിക്കലും നടക്കൂ. നമ്മുടെ മനസ്സനുസരിച്ച് അള്ളാഹു നിർജീവമായ വസ്തുക്കളോട് കൽപ്പിക്കും. ആ കൽപ്പന അവ അനുസരിക്കും. അവ എപ്പോഴും അനുസരിക്കുവാൻ റെഡിയായിട്ട് അങ്ങനെ. ഇത് നിങ്ങൾ ഓർക്കണം. ഇതിനെന്താ തെളിവ് എന്ന് ചോദിച്ചാൽ ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീയിനോട് അള്ളാഹ് കൽപ്പിച്ചു, ഇബ്രാഹിമിന്റെ മേൽ തീയെ നീ തണുപ്പാകണം. തീ തണുത്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന് അവന്റെ എല്ലാ ചരാചരങ്ങളോടും ചലിക്കുന്നതും ചലിക്കാത്തതുമായ മുഴുവൻ ജീവജാലങ്ങളോടും കൽപ്പിക്കുവാനുള്ള അധികാരമുള്ള യജമാനനാണ്. അവന്റെ കയ്യിലാണ് അധികാരം. അവനോട് ചോദിച്ചാലേ കിട്ടൂ. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പോലും പറയുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും അടിസ്ഥാനം അള്ളാഹുവാണ് യഥാർത്ഥത്തിലുള്ള ഉടമ എന്നതാണ്. ഈ ഉടമയെക്കുറിച്ചുള്ള ബോധം ഹജ്ജിന്റെ മുഖമുദ്രയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഹജ്ജിമാർ ചൊല്ലുന്നതല്ലോ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. ഈ ലബ്ബൈക്കിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അള്ളാഹു പഠിപ്പിച്ച് എന്നെ പറഞ്ഞിരിക്കുകയാണ്, ഇബ്രാഹിം നബിയുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ കഅബാലയം തവാഫ് ചെയ്യാൻ വരണം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. നിങ്ങൾ സഫാ മർവയ്ക്കിടയിൽ സഅയ് നടത്തണം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. നിങ്ങൾ ദുൽഹജ്ജ് 8 മിനയിൽ സംഗമിക്കണം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. നിങ്ങൾ ദുൽഹജ്ജ് 9 ഉച്ച മുതൽ മഗ്രിബ് വരെ അറഫയിൽ സമ്മേളിക്കണം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. നിങ്ങൾ മുസ്തലിഫയിൽ അന്ന് രാപ്പാർക്കണം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. നിങ്ങൾ ജംറയിൽ പോയിട്ട് എറിയണം. എന്നിട്ട് മക്കയിൽ വന്നിട്ട് തവാഫും സഅയും നടത്തിയിട്ട് തിരിച്ചു മിനയിൽ തന്നെ എത്തണം. തൊട്ടടുത്ത ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് രംഗം വിടാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത ദിവസവും കൂടി അവിടെ തന്നെ നിൽക്കണം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. നാഥാ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു. നീ ഇവിടെ വിളിച്ചു, ഞങ്ങൾ വന്നു. നീ അവിടേക്ക് വിളിച്ചു, ഞങ്ങൾ വന്നു. നീ അതിന്റെ അപ്പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു, ഞങ്ങൾ വന്നു. ഞങ്ങൾ എന്തിനും റെഡിയാണ്. വെറും വർത്താനമല്ല. ഇന്നൽ ഹംദ, തീർച്ചയായിട്ടും എല്ലാ സ്തുതികളും, വന്നിഅമത, മുഴുവൻ അനുഗ്രഹങ്ങളും, ലക വൽ മുൽക്ക്,
ആധിപത്യവും നിനക്കാണ്, ആധിപത്യവും നിനക്കാണ്. അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക്ക്. കണ്ടോ, ഇത് തമ്മിൽ ബന്ധപ്പെട്ടതാണ്, നിസ്സാരമായ കാര്യമല്ല. അപ്പൊ ഇബ്രാഹിമി മില്ലത്തിന്റെ മുഖമുദ്ര ഈ ഒരു തിരിച്ചറിവുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ ലല്ലദീന തബഊഹു വഖാദൻ നബിയ്യു വല്ലദീന ആമനു. അതുകൊണ്ട് ആ പ്രവാചകനും വിശ്വാസികളും ഈ ഇബ്രാഹിമി മില്ലത്തിനെ യഥാവിധി മനസ്സിലാക്കിയവരും അവർക്കുള്ളതാണ് ഈ മില്ലത്ത്. അതുകൊണ്ട് ലാ മുൽക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, സ്തുതികളും സങ്കീർത്തനങ്ങളും നിനക്ക് എന്ന് മാത്രമല്ല വൽ മുൽക്ക്, ആധിപത്യം നിനക്കാണ്. എന്താ അവിടെ അതിന് എന്ത് ബന്ധം ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? അള്ളാഹ് അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ സങ്കീർത്തനങ്ങളും നിങ്ങളുടെ ആ ആത്മീയമായ അനുഭൂതി വിശേഷങ്ങളും മാത്രം പോരാ. ഹജ്ജ് അങ്ങനെ ഒരു ആത്മീയമായ കർമ്മമല്ല. ഹജ്ജിൽ നമുക്കൊരു ആത്മീയമായ വല്ലാത്ത ഉണർവുണ്ടാകും, സത്യമാണ്. പക്ഷേ ഹജ്ജിന്റെ ആത്മീയത നമ്മുടെ പാരമ്പര്യ മതങ്ങളുടെ ആത്മീയ സങ്കല്പത്തിൽ നിന്ന് ഭിന്നമാണ്. നമുക്ക് ഏറ്റവും ആത്മീയമായ ഒരു അനുഭൂതി കിട്ടുന്നത് എപ്പോഴാ? ജമാഅത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു കോൺസെൻട്രേഷൻ, ഒരു ഏകാഗ്രത ചിലർ പറയും ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴാണ്. എന്നാ പിന്നെ ഒറ്റക്ക് നിസ്കരിച്ചോ, അതാണ് അഫ്ളൽ. അങ്ങനെയാണോ? 27 25 ഇരട്ടി പ്രതിഫലം സംഘം ചേർന്നുള്ള നമസ്കാരത്തിനാണ്. അതാണ് ഇസ്ലാമിന്റെ ആത്മീയതയുടെ സ്വഭാവം. ഇതാണ് ഹജ്ജിലെയും ആത്മീയതയുടെ സ്വഭാവം. ലക്ഷക്കണക്കിന് ആളുകളാണ് തിക്കിത്തിരക്കി ഉന്തിത്തള്ളി തമ്മിൽ അകലാനല്ല, തിക്കിത്തിരക്കി ഉന്തിത്തള്ളി കൂടുതൽ അടുക്കാൻ. ഉമ്മത്ത് മുസ്ലിമ മില്ലത്തുൻ വാഹിദ, ഒരൊറ്റ സമൂഹം എന്ന നിലക്ക്. ആ സമൂഹത്തിന്റെ മുദ്രാവാക്യമാണ് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. ഈ അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ നിന്നാണ് സാമൂഹിക ഘടനകളിൽ സകല തിന്മകൾ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ മന്ത്രി പറഞ്ഞില്ലേ, ആളുകൾ എന്താ കുടിക്കേണ്ടതെന്ന് ആളുകൾ തീരുമാനിച്ചോട്ടെ. അപ്പൊ കോടതി ചോദിക്കുന്നുണ്ടല്ലോ, ആളുകൾ അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ നിയമത്തിന് എന്താണ് വില? അപ്പൊ ജനങ്ങളെ എവിടേക്കാണ് നയിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ദിശാബോധമില്ലാത്ത കൈകാര്യകർത്താക്കൾ, അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള അധികാരം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത മതമേലാളന്മാർ ഈ സമൂഹത്തെ ഇങ്ങനെ ഇരുട്ടിൽ തപ്പുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഇബ്രാഹിമി മില്ലത്ത് വളരെ കൃത്യമായ ഒരു വഴി വെട്ടിത്തുറന്ന് കാണിച്ചു തരുന്നുണ്ട് എന്ന സത്യം നിങ്ങൾ ഓർക്കണം. ആ വഴിയെ മനസ്സിലാക്കണം. ആ വഴി മുറുകെ പിടിക്കുന്നതിന് എന്ത് നഷ്ടം വന്നാലും ആ നഷ്ടത്തിലാണ് ലാഭമെന്ന് കാണണം. ആ വഴി കൈവിട്ടാൽ എന്ത് ലാഭം കിട്ടിയാലും ആ ലാഭങ്ങളൊക്കെയും വെറും നഷ്ടമായി മാറും എന്ന് നിങ്ങൾ ഓർക്കണം. അങ്ങനെ നിലകൊള്ളാൻ പറ്റുന്നവർക്കാണ് ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ വല്ലദീന ആമനു വഖാദൻ നബിയ്യു വല്ലദീന ആമനു എന്നൊക്കെ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ലല്ലദീന തബഊഹു വഖാദൻ നബിയ്യു വല്ലദീന ആമനു. അതുകൊണ്ട് ഇബ്രാഹീമി മില്ലത്തിനെ അതിന്റെ വിശാലതയോടെ പഠിക്കണം. ലേശം വിഗ്രഹങ്ങളോട് വിരോധമുണ്ടായതുകൊണ്ട് മാത്രം ഇബ്രാഹീമി മില്ലത്തിന്റെ കാമ്പും കാതലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിന് ശരിതെറ്റുകളുടെ ഉറവിടമായിട്ട് ഒരൊറ്റ കേന്ദ്രം മാത്രമേ ഉള്ളൂ എന്ന ആ ശക്തമായ ഒരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൽ നിലകൊള്ളാൻ ലേശം വിഷമമുണ്ടാകും. അങ്ങനെ തിരിച്ചറിയുമ്പോൾ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ വരും. ചരിത്രത്തിൽ പ്രവാചകന്മാർ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെട്ടത്, മേലാളന്മാർ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞത്, പ്രവാചകന്മാരുടെ വഴിയിലെപ്പോഴും മലവുകൾ അഥവാ കൈകാര്യകർത്താക്കൾ ഒരു മാർഗതടസ്സമായിട്ട് മാറിയത് യാദൃശ്ചികമല്ലെന്ന് നിങ്ങൾ ഓർക്കണം. പല നിർദ്ദേശങ്ങളും കൊടുത്തിട്ട് അള്ളാഹു ഇബ്രാഹീമിനെ പരീക്ഷിച്ചു. പല നിർദ്ദേശങ്ങളും കൊടുത്ത് അള്ളാഹു ഇബ്രാഹീമിനെ പരീക്ഷിച്ചു. എല്ലാം വിജയകരമായിട്ട് അദ്ദേഹം മറികടന്നു. ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. അപ്പോ അതിലെ ആ പരീക്ഷകളിലൊക്കെയും വിജയിച്ചതിന്റെ അംഗീകാരം ലോക ജനതയുടെ നേതൃത്വം ഇബ്രാഹീമിനെ ഏൽപ്പിച്ചു. ആരൊക്കെ ഏതൊക്കെ സന്ദർഭത്തിൽ എന്റെ സൗകര്യം, എന്റെ സുഖം, എന്റെ സ്വാധീനം, എന്റെ ലാഭം എന്ന മനസ്സുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പ്രാമുഖ്യം കൊടുക്കേണ്ടുന്ന ഒരവസ്ഥ വരുമ്പോ സ്വന്തത്തെ തള്ളി ഇബ്രാഹിം ഇസ്മായിലിനെ അറുക്കാൻ സന്നദ്ധമായതുപോലെ സ്വന്തത്തെ തള്ളി അള്ളാഹുവിന്റെ ഇഷ്ടത്തെ നെഞ്ചിലേറ്റാൻ കഴിയുന്നുവോ അവരൊക്കെ ഈ ഇമാമത്തിന് അർഹതപ്പെട്ടവരാണ്. അല്ലാത്തവർക്കൊന്നും ആ ഇമാമത്തില്ല. ലാ യനാലു അഹ്ദിൽ ളാലിമീൻ. ഇത് അതായത് അക്രമികൾക്ക് ഈ കരാറ് ബാധകമല്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇബ്രാഹീമി മില്ലത്തിനെ പറ്റി പഠിക്കുമ്പോൾ ഇത് വളരെ വിസ്തരിച്ചു പറയേണ്ട കാര്യമാണ്. അതിന്റെ ഒരു ഖുലാസ, അതിന്റെ ഒരു സംക്ഷിപ്തമാണ് ഈ സദസ്സിന് മുമ്പിൽ ഞാൻ വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹീമി മില്ലത്തിനെ അതിന്റെ വിശാലതയോടും അതിന്റെ സമഗ്രതയോടും അതിന്റെ ആഴത്തോടും അതിന്റെ പരപ്പിനോടും കൂടി അതിനോട് ആത്മാർത്ഥത പുലർത്തി മനസ്സിലാക്കാൻ, ആ മനസ്സിലാക്കിയതനുസരിച്ച് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. തുടക്കത്തിലൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. ദുൽഹജ്ജ് മാസത്തിലെ ഈ ദിവസങ്ങൾ ഹജ്ജിലില്ലാത്തവരും ഹജ്ജിലെന്ന പോലെ നിലകൊള്ളണം എന്ന്.
അറഫ നോമ്പുണ്ട്. അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന ദിവസമാണോ അതല്ല നമ്മുടെ നാട്ടിലെ ദുൽഹജ്ജ് 9-നാണോ? രണ്ട് വീക്ഷണങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഏതായിരുന്നാലും അറഫ നോമ്പുണ്ട്. അറഫ ദിനം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നാണോ അന്ന് നോമ്പ് പിടിക്കണം. അത് ഹാജിമാർ അവിടെ സമ്മേളിക്കുമ്പോൾ അതിനോടുള്ള ഐക്യദാർഢ്യമാണ് ഈ നോമ്പ് എന്ന് ആത്മാർത്ഥമായിട്ട് ഒരാൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ നോമ്പ് പിടിച്ചാൽ അയാൾക്ക് അങ്ങനെ പിടിക്കാം. അയാൾ മറ്റേ ആളോട് തർക്കിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ ഇടയിൽ അപ്പം നോമ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ നോമ്പ് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങനെ നിന്ന ശേഷം അടുത്ത ദിവസമായിരിക്കും പെരുന്നാൾ ഇപ്പോഴത്തെ ക്രമം അനുസരിച്ച്. അതല്ല ദുൽഹജ്ജ് 9-ന് അള്ളാന്റെ റസൂല് അറഫ നോമ്പ് നിർദ്ദേശിച്ച ശേഷം തൊട്ടടുത്ത ദിവസം പെരുന്നാളായിരുന്നു. ഇതൊരു യാഥാർത്ഥ്യം, ചരിത്രത്തിൽ സംഭവിച്ചതാണ്. എന്ന് നോമ്പ് തോറ്റോ തൊട്ടടുത്ത ദിവസം പെരുന്നാളായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതാണ് അഫ്ളൽ എന്ന് കരുതുന്നവർക്ക് അങ്ങനെയും നോമ്പ് നോൽക്കാം. ഇതിലൊക്കെ തമ്മിൽ തർക്കിക്കുന്നതിലും വാദിച്ച് ജയിക്കുന്നതിലുമല്ല, ഓരോരുത്തരും അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ കാണിക്കുന്ന ഇഖ്ലാസ്, നിഷ്കളങ്കമായ ഇഖ്ലാസിലാണ് ഇതിന്റെ ഫലം എന്ന് നമ്മൾ കാണണം. എന്തും തർക്കമായി പോകുന്ന ഒരു സമുദായമാണ് നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ഇതിലെ ഇഖ്ലാസാണ് ഫലം. ഇഖ്ലാസിന്റെ പ്രത്യേകത സ്വന്തത്തിന്റെ കാര്യത്തിൽ തീവ്രത പുലർത്തുകയും മറ്റുള്ളവരോട് ഗുണകാംക്ഷ മാത്രമാവുകയും ചെയ്യുക എന്നതാണ്. ഇഖ്ലാസ് ഇല്ലാതാകുമ്പോൾ സ്വന്തത്തിന്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കുകയും മറ്റുള്ളവരുടെ മെക്കിട്ട് കയറുകയും ചെയ്യുന്നത് പദ്ധതിയായി തീരുകയും ചെയ്യും എന്നുള്ളത്. അതുകൊണ്ട് തർക്കങ്ങളിലല്ല. ദുൽഹജ്ജ് 9 എന്നാണോ അല്ലെങ്കിൽ അറഫാ ദിനം എന്നാണോ അന്ന് നോമ്പെടുക്കുക. ആ നോമ്പ് വളരെ പ്രബലമാണ്. കഴിഞ്ഞ പോയ ഒരു കൊല്ലത്തെ ജീവിതം, ഒരു പാപങ്ങൾ പൊറുക്കപ്പെടുന്ന വലിയ പ്രാധാന്യം അതിന് അള്ളാഹുവിന്റെ റസൂൽ നൽകിയിട്ടുണ്ട്. യഥാവിധി അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാൻ അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.